ഒരു 9 മിനിറ്റ് നമ്മൾ പേരൻസ് സ്പെൻഡ് ചെയ്യണം. ഒരു 32 തവണ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം. ഹായ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി വെൽനസ് പാർട്ണറും ഹാപ്പിനെസ് കോച്ചും ആദ്യമായി ഒരുമിക്കുന്ന സൂം ഇന്റർവ്യൂ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കുറച്ചുപേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 1-2 മിനിറ്റുകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വരുന്ന അരമണിക്കൂർ സമയം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് വെൽനസ് പാർട്ണർ എന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദീപക് ബിബി, ദ വെൽനസ് പാർട്ണർ. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കണേ. കാരണം നമ്മൾ ഇന്നത്തെ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട അല്ലെ, വളരെ സന്തോഷമാകുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിയാവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ആക്കാൻ ശ്രമിക്കുക. ഇനിയും കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സെഷനിലേക്ക് കയറുന്നുണ്ടാവും. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. പേര് ദീപക് ബി, ദ വെൽനസ് പാർട്ണർ. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ദ വെൽനസ് പാർട്ണർ ഷോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, നമ്മൾ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോ തുടക്കം എപ്പോഴും ഒരു സന്തോഷത്തോടു കൂടി ആവണം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക, അല്ലെ? നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഹാപ്പി വേണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ളത്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഒരുപാട് സമയം വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് അറിയണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ എന്റെ ഈ ഒരു ചാനലിൽ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ട, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷം. ആണോ അല്ലേ? നിങ്ങൾ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റുമായിരുന്നു. വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഹാപ്പി. അപ്പോ ഇന്ന് ഞാൻ എന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹാപ്പിനെസ് ഡിസ്കവറി കോച്ച് എന്ന ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അവർ കഴിഞ്ഞ കുറച്ചു മുന്നേ നമുക്കൊരു ഇൻസ്പയറിന്റെ ഒരു പ്രൈഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു അവാർഡ് വിന്നർ കൂടെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോയിലേക്ക് ഞാൻ ഷബ്ന മേഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഷബ്ന മേഡം, ദ വെൽനസ് പാർട്ണർ ഷോയിലേക്ക് സ്വാഗതം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് എന്താണ്, എവിടെയാണെന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. താങ്ക് യു. ഹാപ്പി ഈവനിങ്. എന്റെ പേര് ഷബ്ന എന്നാണ്. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് അടുത്താണ്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഫാമിലി, ആരൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയൂ. നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആവും, എല്ലാവരോടും ഇന്ററാക്റ്റീവ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്തോ വലിയൊരു സംഭവമാണ്, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ എന്തോ ഒരു സംഭവമാണെന്നൊക്കെ ഇനി വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് സിമ്പിൾ ആയിരുന്നു പരിചയപ്പെടുത്തുമ്പോൾ ആരൊക്കെയാണ്, വീട്ടിലാരൊക്കെയുള്ളത്. വീട്ടില് ഉമ്മയപ്പയുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ബ്രദറും ഒക്കെ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഈസിയാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയൂ. നമ്മുടെ ഇപ്പൊ ഈ ഒരു മേഖല, ഇപ്പൊ ഹാപ്പിനെസ് ഡിസ്കവറി കോച്ച് എന്ന് പറയുമ്പോൾ പല ആളുകളും ഹാപ്പിനെസ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടോ, അല്ലെ? ഹാപ്പിനെസ് കോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്ററൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോച്ച് ഉണ്ടോ എന്ന് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് മുന്നേ എന്താണ് പഠിച്ചത്, എന്താണ് മേഖല, ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. ഓക്കെ, ബേസിക്കലി എന്റെ പ്രൊഫഷനും കാര്യങ്ങളും ഞാൻ പഠിച്ചതൊക്കെ പ്രൊഫഷണലായിട്ട് പഠിച്ചത് ആദ്യം IT ആയിരുന്നു. പിന്നെ ലൈഫിൽ പലപ്പോഴും മനസ്സിലായത് എന്റെ പർപ്പസ് IT അല്ല, ഈ ഒരു മേഖലയാണ് എന്റെ ലൈഫ് പർപ്പസ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് പിന്നീട് ഈ ഹാപ്പിനെസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ഹാപ്പിനെസ് ഡിസ്കവറി കോച്ച് എന്ന് പറഞ്ഞാല് എല്ലാവരിലും സന്തോഷം വ്യത്യസ്ത തരത്തിലായിരിക്കും. നമ്മൾ എല്ലാവരും 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഒരേ സിലബസ് ആണ് പഠിക്കുന്നത്. പക്ഷെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരുടെയും വിഷമവും സന്തോഷമൊക്കെ വ്യത്യസ്ത തരത്തിലായിരിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് എല്ലാ പരിമിതിയിൽ നിന്നും സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഹാപ്പിനെസ് ഡിസ്കവറി കോച്ച് എന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പൊ IT മേഖലയിൽ നിന്നാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ അതിനുശേഷം എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ്? നമുക്കിപ്പോ ഏത് സെഗ്മെന്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾക്കാണോ, പേരൻസിനാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മേഖല നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണത്, ഈ ഒരു പ്രൊഫഷൻ? ഹാപ്പിനെസ്, സമാധാനം, സന്തോഷമൊക്കെ ജീവിതത്തിൽ എല്ലാ ഏജിലും വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് സ്പെഷ്യൽ കെയറിങ് പോലെ എഡ്യൂക്കേഷനിലും മെന്റൽ ഫിസിക്കൽ എല്ലാ രീതിയിലും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചിൽഡ്രൻസ് ലേണിംഗ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ഡിസ്കവർ ദ ടീം പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട്.
കൂടാതെ ബാക്കിയെല്ലാം പാരന്റ്സിന് വേണ്ടിയിട്ടും ബാക്കി എല്ലാവർക്കും നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഹാപ്പിനെസ് വർക്ക്ഷോപ്പുകളും 1-to-1 കോച്ചിങ്ങുകളും ട്രെയിനിങ്ങുകളും എല്ലാം ഇവിടെ ഉണ്ട്. ബേസിക്കലി ഞാൻ ഒരു ലിസണർ ആണ്. എനിക്ക് കൗൺസിലിങ്ങിനേക്കാൾ കൂടുതൽ ഇഷ്ടം ലിസണർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ്. ഓക്കെ, അപ്പോ ചെറിയ കുട്ടികൾ മുതൽ, അത് ചെറിയ കുട്ടികളുടെ ഒരു പ്രായം അല്ലെ, വേഗൻസി കഴിഞ്ഞു, അവരൊരു ടീനേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ പേരൻസ് ആവുന്ന സമയത്ത് പേരൻസുമായിട്ട്, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു 3 സെഗ്മെന്റിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ചെറിയ കുട്ടികളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണോ, പേരൻസിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണോ, ടീനേജിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആവുന്നത്? സത്യത്തില് ഇത് നമുക്കൊന്നും നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരിതാണ്. എല്ലാവരിലും വ്യത്യസ്ത തരം കാര്യങ്ങളാവാം ഉണ്ടാവാം. ചില കുട്ടികളില് പാരന്റ്സിന്റെ പ്രശ്നം കൊണ്ട് കുട്ടികളില് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ ആ കുട്ടികൾക്ക് നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാലും വലിയൊരു സന്തോഷം ഫീൽ ചെയ്യും. അത് എല്ലാ പ്രായത്തിലും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോ ഇനി ഞാൻ നേരെ നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളൊരു ഇൻട്രോ പാർട്ട് മാത്രമാണ് കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ മേഖലയിൽ വെൽനസ് ആയതുകൊണ്ടാണ് ഞാൻ ഷബ്നയെ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പൊ ഷബ്ന മാഡത്തിനെ ഞാൻ പരിചയപ്പെട്ട അന്നു മുതൽ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും കേട്ടത്, നമ്മളൊരു ഫോൺ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ഗുഡ് മോർണിംഗ്, അതല്ലെങ്കിൽ ഒരു ഗുഡ് ഈവനിങ്, അതല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന ലെവലിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണോ അല്ലേ? പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടതും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതും, നിങ്ങളെ ഞാൻ കാണുമ്പോഴും നിങ്ങളെ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എനിക്ക് ഗുഡ് മോർണിംഗ് അല്ല പറയാറുള്ളത്, ഒരു ഹാപ്പി മോർണിംഗ് എന്നുള്ള സംഭവമാണ് പറയാറുള്ളത്. എന്താണ് അതിന്റെ പിന്നത്തെ ഒരു കാര്യം? എന്താണ് അത് പ്രത്യേകിച്ച് മാറ്റി, ഹാപ്പിനെസ് കോച്ച് ആയതുകൊണ്ട് മാറ്റിയതാണോ, അതല്ലെങ്കിൽ ഈ ഹാപ്പി മോർണിംഗ് എന്ന് പറയുന്ന സംഭവം വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട്, അതെന്താണ് അതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയും? തീർച്ചയായിട്ടും. അതായത് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് ടീച്ചർ വരുമ്പോൾ എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഗുഡ് മോർണിംഗ് അതൊരു നമ്മളൊരു ഭാഗമായിട്ട് കൊണ്ടുവരാം. പക്ഷെ ഹാപ്പി മോർണിംഗ് എന്ന് പറയുമ്പോഴോ ഹാപ്പി മോർണിംഗ് എന്ന് കേൾക്കുമ്പോഴോ അതിൽ ഭയങ്കര ഒരു സോളുകൾ തമ്മിൽ ഒരു കണക്റ്റഡ് ആവുന്നത് എനിക്ക് പ്രത്യേകം ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ കേൾക്കുമ്പോഴും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നാറില്ലേ? പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണ് ഹാപ്പി മോർണിംഗ് എന്ന്. ഗുഡ് മോർണിംഗ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാനിപ്പോ ബേസിക്കലി ഹാപ്പി മോർണിംഗ് ഹാപ്പി ഈവനിങ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു എനർജി കൂടുന്നതായിട്ട് പറയാറുണ്ട്. തീർച്ചയായും തീർച്ചയായും. അതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഞാൻ പറയുന്ന കാര്യം പറയും. ഞാനൊരു 1-2 മാസം മുന്നെയാണ് ഇവരെ പരിചയപ്പെടുന്നതും ഇതിനുശേഷം എനിക്കതൊരു പോസിറ്റീവാണ്. കാരണം ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാനേജർ വരുമ്പോഴും ഗുഡ് മോർണിംഗ് ആണ്. സ്ഥാപനം ഒരു സ്കൂളിലേക്ക് ഒരു ഹെഡ് മാസ്റ്റർ പോകുമ്പോഴും ഗുഡ് മോർണിംഗ് ആണ്. അപ്പൊ ഒരു ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട്, ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ് ഇത് ഹാപ്പി മോർണിംഗ് ഹാപ്പി ഈവനിങ് എന്ന് പറഞ്ഞ് ശീലിച്ചത് നിങ്ങളോട്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞു അതായത് നമ്മുടെ ഒരു IT മേഖലയിൽ നിന്നുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഒരു കുടുംബം, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമ്മളെ നാട്ടിൽ അല്ലെ. നമ്മളെ ചെറിയ കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സ്കൂളുകളിൽ നമ്മൾ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഗവൺമെന്റ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ടീച്ചേഴ്സ് പേടിക്കുന്ന, പാരന്റ്സ് പേടിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഒളിച്ചോടുന്ന ക്യാരക്ടറിലേക്ക് ഒക്കെ എത്തുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് ഈ ഒരു മേഖലയുടെ പ്രസക്തി? നമ്മളെപ്പോലെ ആളുകൾ, അല്ലെങ്കിൽ ഒരു വെൽനസ് മേഖലയിലോ ഹെൽത്ത് മേഖലയിലോ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ കടന്നു വരേണ്ടത്? നേരത്തെ പറഞ്ഞു എന്റെ പർപ്പസ് ഇതാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ ആ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയും? സത്യത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെച്ച ഒരു കാര്യമായിരിക്കില്ല സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നതും നമ്മൾ പരിഹരിക്കാൻ പോകുന്നതും ഒക്കെ. അപ്പോ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ച ഒരു സ്പേസ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതായത് നമ്മളെ കേൾക്കാൻ ഒരാള്, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരുന്നെങ്കിൽ കുറേ ജീവിതത്തിൽ അവർ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ എല്ലാ മേഖലയിലും സക്സസ് കൊണ്ടുവരാൻ പറ്റും, എല്ലാ രീതിയിലും. അപ്പൊ അത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് മാറുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ഈ മേഖലയിൽ ഇങ്ങനെ സജീവമായിട്ട് പിടിച്ചു നിർത്തുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ പാരന്റ്സും കുട്ടികളും തമ്മിൽ, അല്ലെങ്കിൽ അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ബേസിക്കലി ഡി അഡിക്ഷൻ ട്രെയിനർ കൂടിയാണ്. സത്യത്തില് ഒരാളും ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യില്ല. അതിന്റെ പുറകില് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഈസിയാണ്. നമ്മൾ എങ്ങനെയാന്ന് പറയുമ്പോ പാരന്റിങ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും
കുട്ടി വലുതായി നമ്മൾ പറയാൻ കേൾക്കുന്ന ആ ഒരു സമയം മുതലാണ് പാരന്റിങ് എന്ന്. സത്യത്തിൽ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുക എന്നുള്ള ഒരു രൂപത്തിൽ ഫസ്റ്റ് കാണുന്നത് മുതൽ തന്നെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു പോയിന്റ് ഇതായിരുന്നു. നമ്മളെ എല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഇപ്പൊ ഒരുപാട് എന്റെ പരിചയമുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഒരുപാട് വക്കീൽമാരുണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ ഡൈവേഴ്സ് കേസുകൾ കൂടി വരുന്നു, അതല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്യൂസ് കൂടി വരുന്നു. ഈ ഡൈവേഴ്സ് ആണെന്നത് മെയിൻ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ ഇതിൽ ഇവർ പറയുന്നത്, ഇപ്പൊ സമീപകാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും, കുറച്ച് കൂടുതൽ തന്നെയാണ് ഇപ്പൊ. അപ്പൊ ഇതൊക്കെ പറയുന്ന മെയിൻ ഒരു കാര്യം എന്താന്ന് പറയുകയാണെങ്കിൽ, പറഞ്ഞു വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ കേസൊന്നുമില്ല, ചെറിയ ഒന്നോ രണ്ടോ കാര്യങ്ങളിലാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വലിയൊരു പോയിന്റ് ആണ്. നമ്മളെ കേൾക്കാൻ ഒരാളില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിന്ന് മനസ്സിലാക്കാൻ ഒരാളില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, അതൊരു ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ, നമ്മുടെ എല്ലാ റിലേഷനിലും നോക്കിയാലും ഒരു കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പറയുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുകയാണോ ആദ്യം ചെയ്യുന്നത്? നിങ്ങളുടെ ട്രെയിനിങ് ആ മേഖലയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നിരുന്നാൽ അവർ പറയുന്ന ആദ്യ പ്രയാസങ്ങളൊക്കെ കേൾക്കുകയാണോ ആദ്യം ചെയ്യുന്നത്, എന്നിട്ടൊരു സൊല്യൂഷൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതില്ല. നമ്മൾ അവരെ കേട്ടിരിക്കുമ്പോ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാല് ചിലപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഓരോരോ മേഖല, ജോലി നഷ്ടപ്പെട്ട കേസുകളായിരിക്കാം, അല്ലെങ്കിൽ പേടി, അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏകദേശം. പിന്നെ നമ്മളുടെ ടെക്നിക്സ് വെച്ചിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും. ചിലപ്പോ അവർക്ക് അറിയുന്നുണ്ടാവില്ല, എനിക്ക് ആകെ കൂടി കുറെ പ്രശ്നങ്ങളാന്നാ പറയാ. സത്യത്തിൽ കുറെ പ്രശ്നം എന്നുള്ള, ഒരുപാട് പ്രശ്നം എന്നുള്ള ഒരു പ്രശ്നമല്ല. നമ്മളുടെ ജീവിതത്തില് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തം നമുക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ ഒരു 10ന് താഴെ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലൂടെ തന്നെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി അവര് എല്ലാം ഈസി ആക്കിയിട്ട് അപ്പൊ ചെയ്യാൻ അവർക്ക് പറ്റും. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകളോടും, ഇനി നാളെ നമ്മുടെ ചാനലിലൂടെ ഇത് കാണാൻ നമ്മളൊരു വീഡിയോ, നമ്മളിപ്പോ ഒരു യൂട്യൂബിലോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കാണുന്ന നിങ്ങളോട് പറയാനുള്ള സംഭവത്തിലേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും ഒരാൾ കേട്ട് നമുക്കൊരു നല്ലൊരു എന്താ പറയുക, അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യും, അവിടെ പരിഹരിക്കപ്പെടും. ഇപ്പോ നമ്മൾ ആലോചിച്ചു നോക്കുക, സ്വയം നിങ്ങളൊന്ന് മാർക്ക് ഇടണം. ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരുള്ളത്. ആസ് എ ഹസ്ബൻഡ് എന്ന ലെവലിൽ നിങ്ങളുടെ വൈഫിന് നിങ്ങൾ എത്ര സമയം കേൾക്കാൻ കൊടുക്കുന്നു? ആസ് എ ഫാദർ എന്ന നിലയിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എത്ര സമയം കേൾക്കാൻ കൊടുക്കുന്നു? ആസ് എ മദർ, അല്ലെങ്കിൽ ആസ് എ വൈഫ്, ആസ് എ ഫാദർ, ആസ് എ മദർ, ഇതൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കും. നമ്മൾ ഇതൊക്കെ കൂടെ ചേരുന്ന ഒരാളാണ് നമ്മൾ മനുഷ്യർ. അപ്പൊ നമ്മൾ സ്വയം മാർക്ക് കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശബ്ന മേഡത്തിനോട് പറയുന്നു, ഇതിൽ ഒരുപാട് മാർക്ക് എനിക്ക് കുറവാണ്. അപ്പൊ നമുക്കുള്ളത് ഒരു റീ തിങ്കിങ് ആണത്. അപ്പൊ അങ്ങനെ ഇതിനെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സ്വയം നേട്ടം ഉണ്ടാവുള്ളൂ. സോ നല്ലൊരു പോയിന്റ് നമുക്ക് തന്നു കഴിഞ്ഞു. നമ്മൾ ആദ്യം കേൾക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ മാറാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് എന്താന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ? അപ്പൊ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഓരോ മിനിറ്റിലും എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂടി വരികയാണ്. എന്നതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാരും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ഡിഗ്രേഡ് ചെയ്യുക, അങ്ങനൊന്നും അല്ലേട്ടാ പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ എനിക്ക് എന്തില്ല, സന്തോഷമില്ല. അപ്പോ ഇയാള് BMW-ലും ബെൻസിലും ഓടിയിലൊക്കെ പോണ സമയത്ത് സാധാരണക്കാരായ ഒരുപാട് കുട്ടികൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കളിക്കുന്നുണ്ടാവും. അപ്പൊ ഇവര് സ്വയം സംസാരിക്കുന്ന എന്താണ്, ഇതൊന്നുമില്ല, പക്ഷെ അവരെന്ത് സന്തോഷമാണ്. അപ്പൊ ഈ പണം വേണ്ടായിരുന്നു, സന്തോഷം മതിയായിരുന്നു എന്ന് പറയും. ഇതൊരു കൂട്ടരാണ്. എന്നാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണക്കാരായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രയാസത്തിലും പ്രശ്നത്തിലാവും. അപ്പോ ഇതേപോലെ ലക്ഷറി വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വരുന്ന ചിന്താഗതി എന്താണ്, ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എന്താവും, ഹാപ്പി ആവും. അപ്പൊ ഈ ഹാപ്പി എന്ന് പറയുന്നത് ഒരു പണം മാത്രം ഉണ്ടായി എന്നുള്ളതുകൊണ്ടൊന്നും സന്തോഷം കിട്ടുന്നില്ല, പക്ഷെ പണം ഒരു പാർട്ടാണ്. അപ്പോ ഈ കമ്പാരിസൺ എത്രമാത്രം നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നു. മറ്റുള്ളവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ഇടുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ്. അതിനു പകരം നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്താം. ഈ കാര്യത്തിൽ എന്താണ് ഒരു ആസ് എ ഹാപ്പിനെസ് കോച്ച് എന്ന ലെവലിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്താണ്? തീർച്ചയായും. അതിന് മുന്നോടിയായി ഞാനൊരു കാര്യം കൂടി പറയുന്നു. നമ്മളിപ്പോ ഭാര്യയും ഭർത്താവും കേൾക്കുക എന്നൊരു കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്ത്രീകൾ പുരുഷൻ എന്ന് എടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ദിവസം 20,000 വേർഡ്സ് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ പുരുഷന് 5,000 വേർഡ്സ് സംസാരിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്.
അപ്പൊ ഈ രണ്ട് തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നത് കൊണ്ട് സ്വാഭാവികപരമായിട്ടും ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വന്നാല് സ്ത്രീകളുടെ 20,000 വേർഡ്സ് സംസാരിക്കാതെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ നമ്മള് ഭർത്താവിനോട് പറയും. പക്ഷെ ഭർത്താവ് ഓൾറെഡി ഇതെല്ലാം ബിസിനസ്സിൽ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പൊതുവെ ഇറിറ്റേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കൂടി ഈസിയാണ്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ഇങ്ങനെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും ഇങ്ങനെ, അതായത് സ്ത്രീകൾ പുരുഷൻ എന്ന് മാറ്റി നിർത്തുമ്പോൾ, ഹസ്ബൻഡ് വൈഫ് എന്നല്ല, സ്ത്രീകൾ പുരുഷൻ എന്ന് മാറ്റി നിർത്തുമ്പോൾ ഇങ്ങനെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതായത് വന്നിട്ടുള്ളത് അതായത് ഒരു പോയിന്റിലേക്ക് ഇറക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഇത് കേൾക്കുന്ന എല്ലാ ഹസ്ബൻഡുമാരും ഭാര്യമാർക്കും അത്യാവശ്യം സമയം കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യണത് ഉദ്ദേശിച്ചത് അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അതിനാണല്ലോ ഞങ്ങളോട് 20,000 വേർഡ്സിന്റെ കാര്യം പറഞ്ഞത്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പരാതി പറയുമല്ലോ എപ്പോഴും. ഭയങ്കര സംസാരാണ്. രണ്ടു കൂട്ടർക്കും ഉണ്ടാവുന്നത്. എന്നെ കേൾക്കാൻ നേരമില്ല. ഹസ്ബൻഡ് പറയുന്നതായിരിക്കും, ജോലി കഴിഞ്ഞ് വന്നാ പിന്നെ ഇതെങ്ങനെ കേട്ട് കേട്ടൊരു ബുദ്ധിമുട്ടാവാണ്. രണ്ടുപേരും നമ്മൾ കേൾക്കാറില്ല. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ സ്ത്രീകൾക്കും പുരുഷനും ഇഷ്ടപ്പെടുന്ന പ്രയോറിറ്റീസ് രണ്ടും വ്യത്യാസമാണ്. അപ്പൊ അത് കൂടിയിട്ട് നമ്മൾ അറിഞ്ഞാൽ പിന്നെ കുറേം കൂടി ഈസിയാണ്. പിന്നെ ഹാപ്പിനെസ് എങ്ങനെയാന്ന് വെച്ചാല്, സത്യത്തിൽ നമ്മൾ വിചാരിക്കേണ്ട, നമ്മളുടെ ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ നമ്മളെ സന്തോഷിപ്പിക്കണം. കുട്ടികൾ നമ്മൾ പറയുന്നത് അപ്പൊ തന്നെ കേൾക്കണം. നാട്ടിൽ നമ്മളെ പറ്റി നല്ലത് മാത്രം പറയാൻ പാടുള്ളൂ. പിന്നെ കുടുംബക്കാരും എല്ലാവരും നമ്മളെ അനുസരിക്കണം. നമ്മളെ പറ്റിയിട്ട് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോഴൊക്കെയാണ് നമുക്ക് ഹാപ്പിനെസ് എന്നാണ് നമ്മളുടെ മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പോസ്റ്റ് ഇട്ടാൽ അതിന് കുറെ ലൈക്ക് കിട്ടിയാൽ ഹാപ്പിയാണ്, സ്റ്റാറ്റസ് ഇട്ടാൽ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. പക്ഷേ കൂടെയുള്ളവർക്കൊക്കെ നമ്മളെ സ്നേഹിക്കാനുള്ള സമയം ഉണ്ടാവണമെന്നുണ്ടാവും. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ പരിമിതിയിൽ നിന്ന് സന്തോഷം കണ്ടുപിടിക്കേണ്ടി വരും. അതിന് കുറച്ച് ടെക്നിക്സ് ആവശ്യമുണ്ടാവും. നമ്മളിപ്പോ ഒരു വെയിറ്റ് കുറക്കണം എന്ന് വിചാരിച്ചാൽ 1-2 ദിവസം കൊണ്ട് ബോഡിയുടെ വെയിറ്റ് കുറക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെ നമ്മളുടെ മൈൻഡ് എടുത്തിട്ട് അതൊരു പൂന്തോട്ടം പോലെ മാറ്റിയെടുത്താലുണ്ടല്ലോ, ഏത് ശത്രുവിനെ കണ്ടാലും ഏത് പരാജയം കണ്ടാലും നമുക്കൊരു മനസ്സിനൊരു വിഷമമൊന്നും തോന്നില്ല. നമുക്കത് എടുക്കായിരുന്നേ, എനിക്ക് ഇനിയും ഇനിയും അനുഗ്രഹങ്ങളുണ്ട്, ഇനിയും എനിക്ക് സമയമുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ഒരു കോൺഫിഡൻസ്, അതായത് നമ്മുടെ കൂടെ ഉള്ള ഒരാളുണ്ട്, അയാളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ ഈസിയാണ്. നമ്മൾ മറ്റുള്ളവരിലാണ് പലതും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവര് തിരിച്ചു തരുന്നില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം ഉള്ളത്. എല്ലാവർക്കും ഹാപ്പിനെസ് വേണമെന്ന് വെച്ചാൽ അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, മൈൻഡിനെ ഒരു പൂന്തോട്ടം പോലെ കാണാന്ന് പറയാനൊക്കെ എളുപ്പമാണ്. ഇത് മൈൻഡ് നൂൽപുട്ട് പോലെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യണത്, കിടക്കുന്നത്. അപ്പോ എങ്ങനെയാണ് അതൊരു പൂന്തോട്ടം പോലെ എത്തിക്കാൻ പറ്റും? ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് അല്ലേ. ഇവർക്ക് പറയാൻ എളുപ്പമാണ്, മൈൻഡ് പൂന്തോട്ടാണെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഓക്കെ, ഞാനത് തമാശ പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മുടെ മൈൻഡ് ആകെ കലുഷിതമായി നൂൽപുട്ട് പരുവത്തിൽ കിടക്കുമ്പോ എങ്ങനെ നമുക്കൊരു 1-2 സിമ്പിൾ ടിപ്സ് എന്ന് പറഞ്ഞത്, അതാണ് എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മള് പെട്ടെന്ന് അത് മാറ്റാൻ കഴിയില്ല. ആദ്യം നമുക്കൊരു വിചാരമുണ്ട്, നമ്മളുടെ മനസ്സ് നമ്മളുടേതാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആരാ ഉള്ളത്? നമുക്കിഷ്ടല്ലാത്തവര്, നമ്മളെ വേദനിപ്പിച്ചവര്, പ്രയാസപ്പെടുത്തിയവര്, ശത്രുക്കള്, പിന്നെ ഏതോ കാലത്ത് എന്തൊക്കെയോ ചെയ്തവര്, അതുപോലെ അവര് പോലും ഇത് മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നും മറക്കില്ല. നമ്മൾ ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പെട്ടെന്ന് എനിക്കിതെല്ലാം കൂടി പറയാൻ പറ്റില്ല. എനിക്കൊരു എക്സാമ്പിൾ പറയാനുണ്ട്. ഒരു റോസാപ്പൂ കണ്ടാല് നമ്മള് പലരും വിചാരിക്കും അതില് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിക്കും. പലരും എന്താ വിചാരിക്കുക, അതില് മുള്ളുണ്ട്, അതുകൊണ്ട് അത് പറിച്ചെടുക്കണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്ന് വിചാരിക്കും. സത്യത്തിൽ ഇങ്ങനെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ. ചില പ്രശ്നങ്ങൾ എല്ലാം പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കും. ചിലത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുള്ള് ഹാപ്പി ആവുമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം പോയിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പൊ മുള്ളുകൾ കുത്തും. ഇപ്പൊ നമ്മളുടെ പൂന്തോട്ടത്തില് ഞാൻ പറയുകയാണെങ്കിൽ, പൂന്തോട്ടത്തില് നമ്മളുടെ ശത്രുക്കളെ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരെ ഏറ്റവും നല്ല പൂവായ റോസാപ്പൂവിനെ പ്രതിനിധീകരിച്ച് കൊണ്ട് നിർത്തുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിൽ മുള്ളുകളുണ്ട്, വേദനിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അതില്ലാതെ ആ പൂന്തോട്ടം പൂർണ്ണമാവില്ല. നമ്മളുടെ ജീവിതത്തിൽ സക്സസ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുള്ളത് ആരാ? നമ്മളെ സപ്പോർട്ട് ചെയ്തവരല്ല, നമ്മളെ കുറെ നമ്മളെ വേദനിപ്പിച്ചവരും ഒറ്റപ്പെടുത്തിയവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനും ഹാപ്പി ആവാനും ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള, അതായത് ഒരുപാട് പക, വിദ്വേഷം എന്നുള്ള മാനുഷിക വികാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുറച്ച് കൊണ്ടുവന്നാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ?
ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താറുണ്ട്. വളരെ ഓക്കെ. അപ്പൊ ഒരുപാട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സസൈസ് പോലെയാണ്. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മനുഷ്യന് മാറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അങ്ങനെയല്ലേ? അതിൽ എന്റെ ഒരു അതെ. എക്സാമ്പിൾ പറയാം. അതായത് മാറ്റാൻ പറ്റുമോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ അമ്മയും അതുപോലെ തന്നെ എന്റെ വൈഫൊക്കെ എന്നോട് എപ്പോഴും പരാതി പറയാനുള്ളതാണ്. നിനക്ക് ഒരു പക വന്നു കഴിഞ്ഞാൽ ഒരു പാമ്പിനെ പോലെ അത് എപ്പോഴും നീ കൊണ്ടു നടക്കും. ഒരുപാട് കാലം അത് ചെറുപ്പം മുതലേ ഉള്ള കാര്യങ്ങൾ വേദനിപ്പിച്ചതൊക്കെ നമ്മൾ ഓർക്കും. അപ്പൊ ഞാൻ പറയാം, ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഓക്കെ, നമ്മൾ ആ വേദനിപ്പിച്ചത് കുറിച്ച് ഓർക്കുമ്പോൾ പക്ഷേ ഒരു പ്രായം വന്ന് ഒരു മെച്യൂരിറ്റി ഒക്കെ വന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടും. അത് പണമായിട്ടാണെങ്കിലും നമ്മുടെ പൊസിഷൻ വെച്ചുകൊണ്ടാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം നല്ലൊരു ഗ്രോത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് ശരിക്കും ഇതൊന്ന് റീതിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഇത് വെച്ച് മനസ്സിൽ നടന്നാലാണ് നമുക്ക് സന്തോഷം കണ്ടെത്താത്തത്. അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കുക. ഇവർക്ക് മുന്നിൽ നമ്മൾ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നത് ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല തോന്നിപ്പോ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് എത്തുക. എനിക്കത് ചിന്തിച്ചപ്പോൾ അത് സ്ട്രെസ് കൂട്ടാനും പക കൂട്ടാനും ആ സമയത്ത് കാര്യം ഉണ്ടായുള്ളൂ. പക്ഷെ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ സന്തോഷത്തോടെ കടന്നപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ ഹാപ്പിനെസ് കോച്ചിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇത് കാണുന്ന വ്യൂവേഴ്സ് തീർച്ചയായിട്ടും മനസ്സിനെ പൂന്തോട്ടമാക്കുക എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ നമുക്ക് പറ്റും. അതിനെന്ത് ചെയ്യണം, ആ പക വിദ്വേഷം എന്നുള്ള വികാരം ഒന്ന് കുറച്ച് കൊണ്ടുവരിക. പിന്നെ നമുക്ക് ശീലാക്കി കൊണ്ടുവരാം, അല്ലെ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഭാഗ്യം ലഭിച്ച ഒരു പ്രൊഫഷൻ ഞാൻ പറയാം. കാരണം ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കണമെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ പ്രൊഫഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കൂടെ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ ടീനേജേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ പാരന്റ്സിന്റെ കൂടെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്ത ആസ് എ ഹാപ്പിനെസ് കോച്ച് എന്ന ലെവലിൽ നിങ്ങൾ സ്പർശിച്ച ആ ഒരു സ്റ്റോറി ഒന്ന് പറയോ? നിങ്ങളെ സ്പർശിപ്പിച്ച ആ ഒരു സ്റ്റോറി എന്താണെന്ന് പറയോ, പെട്ടെന്ന് പറയുകയാണെങ്കിൽ? സത്യത്തിൽ പെട്ടെന്ന് പറയാന്ന് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഒരുപാട് നല്ല മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ലേഡി 40 വയസ്സോളം പ്രായമുള്ള ഒരു ലേഡി നമ്മളെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഒരുപാട് ദൂരെ നിന്നാണ് വന്നത്. അവര് വരുമ്പോഴ് അവര് വന്ന് എന്നെ കണ്ടപ്പോഴ് കുറച്ച് ഷോക്കായി. കാരണം ഞാൻ അവര് ഉദ്ദേശിച്ച പോലെയുള്ളൊരു രൂപമൊന്നുമല്ല എന്റേത്. അവരുടെ മകളെ പ്രായമുള്ളൂന്നാണ് പറഞ്ഞത്. പിന്നെ വന്നിരുന്ന് നമ്മള് കേസ് എടുത്തു തുടങ്ങിയപ്പോഴ് ജീവിതത്തിൽ എവിടെയും ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഉറക്കമില്ല, ഒരു സംതൃപ്തിയുമില്ല, ഒന്നുമില്ല. അതായത് അവരുടെ ലൈഫിലെ റിലേഷൻഷിപ്പ്, വെൽത്ത്, ഹെൽത്ത്, കരിയർ എല്ലാ മേഖലയിലും വലിയൊരു പ്രതിസന്ധിയാണ്. മാത്രമല്ല അവര് പറയുന്നത്, എനിക്ക് മരിക്കാൻ ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മരിക്കാത്തത്. ഞാനിപ്പോ നല്ല രീതിയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് എന്നാണ്. ശേഷം നമ്മൾ ഇരുന്നു. ഒരു 3 മണിക്കൂറോളം നമ്മൾ ഇരുന്നു സംസാരിച്ചു. അവര് തെറാപ്പി ഒക്കെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇരുട്ടിനെ പേടിയാണ്, യാത്ര ചെയ്യാൻ പേടിയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കുറെ കാലമായി ബസ്സിൽ കയറിയിട്ട് പോലും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നോട് വിളിച്ചു പറയാണ്, അതിനിടയിൽ ട്രൈ ചെയ്തിട്ട് എന്നെ കിട്ടിയില്ല. അപ്പൊ പറയാണ്, ഷപ്ന, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാന് മലേഷ്യയിലേക്ക് പോവുകയാണ്. മലേഷ്യക്ക് ഫ്രണ്ട്സിന്റെ കൂടെ വീട്ടിലൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ മലേഷ്യയിലേക്ക് പോവുകയാണ്. ഈ ലോകം നമുക്ക് കാണാനുള്ളതാണല്ലോ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ എന്റെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് ജീവിച്ച് നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ആദ്യം മലേഷ്യ പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആള് പോയി തിരിച്ചു വന്നു. ആള് ഹാപ്പിയാണ്. അപ്പൊ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഓക്കെയാണ്. നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ ചിന്തിക്കുന്നത് അത് നെഗറ്റീവിന്റെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മലപ്പടക്കം പോലെ നെഗറ്റീവേ വന്നുകൊണ്ടിരിക്കും. കറക്റ്റ് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ഈസി ആയിരിക്കും ചിന്തിക്കാൻ. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു എക്സാമ്പിൾ പോലെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവുണ്ടോ ഇല്ലേ? അപ്പൊ ആ ഒരാളെ ആലോചിച്ച് നോക്കുക, ആ ഒരു പേര് പറയാത്ത ഒരാള് ഒന്നത് കേൾക്കുന്നുണ്ടാവും. വളരെ സന്തോഷമാണ്. കാരണം ഒരു വ്യക്തിയെ അങ്ങനത്തെ ഒരു പ്രയാസത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല അതിന് കരകയറുന്നത്, അല്ലെ? അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോൾ ഫാമിലിയാണ് ശരിക്കും എന്ത് ചെയ്യണത്, രക്ഷപ്പാവോ. ഒരുപാട് ഇതുപോലുള്ള നല്ല ഉപകാരമുള്ള ഈ ഒരു സർവീസ് ചെയ്യാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, ഇത് നമ്മളെ വ്യൂവേഴ്സിന് ആവശ്യമുള്ള സംഭവമാണ്. ഇപ്പോ ഫോർ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ചില ആളുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്നത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫുൾ ടൈം വാട്സപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി മുഴുവൻ എന്താണ്? മറ്റുള്ളവരെ കുറിച്ചും മറ്റുള്ളവരുടെ അപ്ഡേഷനെ കുറിച്ചുമാണ്. ഈ സമയത്ത് ശരിക്കും നഷ്ടപ്പെടുത്തുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡാണ് ഞാൻ പറയുന്നത്, ഈ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും നല്ലതാണ്, പക്ഷെ ഇതിൽ മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്, ഉണ്ടോ ഇല്ലേ? അതിനു പകരം നമ്മളുടെ സന്തോഷം ആദ്യം കണ്ടെത്തിയതിന് ശേഷം മതി എന്ത്? മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തെ കുറിച്ചുള്ള അന്വേഷണം. ഈ കമ്പാരിസൺ എത്രമാത്രം, നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ കണക്ഷനാണ്, ഈ ഒരു കമ്പാരിസൺ എത്രമാത്രം നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷം ഇങ്ങനെ നോക്കി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയല്ലേ മറക്കുന്നത്? നമ്മളെ ചുറ്റിപ്പറ്റി എത്ര പേരുണ്ട്? നമ്മുടെ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ കൂടെ ഇല്ലേ? ഇവരെ സന്തോഷം കൊടുക്കാതെ മറ്റുള്ളവരെ സന്തോഷം നോക്കി നിൽക്കുന്ന ആ കമ്പാരിസനെ എങ്ങനെ കാണുന്നു? അതെന്താന്ന് വെച്ചാല്, ഇപ്പൊ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് കൊണ്ട് നമ്മളുടെ പഴയ പോലെ അല്ലല്ലോ. അപ്പൊ കുറെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളാണ് ഒക്കെ. പക്ഷെ ഒരാളെ മാത്രം നമ്മൾ മറന്നു പോകും. ആ വ്യക്തിയെ അപ്രീസിയേഷൻ ചെയ്യാൻ ഒരാളുണ്ടാവില്ല, സ്നേഹിക്കാൻ ഒരാളുണ്ടാവില്ല, കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവില്ല. അതാരാണെന്ന് വെച്ചാല്, എത്ര പേർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുംന്ന് എനിക്ക് അറിയില്ല. നമ്മളുടെ സോള്, നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നമ്മളാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടി, നല്ലൊരു സ്ഥലത്തേക്ക് പോയി. നമ്മൾ സത്യത്തിൽ അത് കാണാ, അല്ലെങ്കിൽ ട്രോഫി കുറച്ചു നേരം കയ്യിൽ വെച്ചിട്ട് അത് കണ്ടിട്ട് നന്നായി ഒന്ന് നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളെ ഒന്ന് അപ്രിസിയേഷൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. നമ്മൾ അപ്പത്തേനും സ്റ്റാറ്റസ് ഇട്ടിട്ട് വേഗം സ്റ്റാറ്റസ് ഇടും. അപ്പൊ അവര് എന്താണോ റിപ്ലൈ തരുന്നത് അപ്പോഴാണ് നമുക്ക് ഓക്കെ ആവണം. എത്ര പേര് ഓക്കെ, അടിപൊളിയാണ്. പക്ഷെ നമ്മള് കുറച്ചു നേരം ആ എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചിലപ്പോ കുട്ടികളുടെ കൂടെയുള്ള നല്ല നിമിഷമായിരിക്കും, ചിലപ്പോ പുറത്തു പോയിട്ടുള്ള ടൈം ആയിരിക്കും. അത് നമ്മൾ ആദ്യം ആസ്വദിക്കുക എന്നുള്ളതാ. നമ്മൾ ആസ്വദിച്ച് ഓക്കെ റെഡിയാണ്. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പണിയും ഇല്ലാത്തൊരു നേരത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ, അപ്പൊ നമുക്കൊരു വിഷമമുള്ള നേരത്തൊക്കെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുകയാണെങ്കിൽ, അപ്പോ പലരും നമ്മളെ നന്നായി അപ്രിസിയേഷൻ ചെയ്യും. പിന്നെ ഇത് കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവരുടെ ഒരു റിപ്ലൈ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇടുമ്പോൾ കുറച്ച് ടൈം വേണ്ടി സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അറ്റ് എ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആദ്യം ചെയ്തത്. ആദ്യം നമ്മൾ നമ്മളോട് കുറെ സംസാരിക്കാൻ പഠിക്കുക, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതല്ലേ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പോ കുറച്ച് പേര് എന്നെ കേൾക്കാനിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 5 പേരെ മനസ്സിൽ വിചാരിക്കുക. 1, 2, 3, 4, 5. അപ്പോ 5 പേരെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇതില് നമ്മൾ തന്നെ ആലോചിക്കുക, ഇതിൽ എത്രാമതായിട്ടാണ് നമ്മളുള്ളത് എന്ന്. നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ മനസ്സും ചിരിയും സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ്? നമ്മൾ അടിപൊളിയാണല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കൂടെ നിൽക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തീർച്ചയായും, തീർച്ചയായും, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായും സത്യമാണ്. അതായത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ഒരു പണം വന്നാൽ മാത്രമേ സന്തോഷമാകൂ എന്നൊന്നുമില്ല. കാരണം എന്റെ ജേണി ഞാൻ തുടങ്ങുന്നത് എന്റെ ജോലിയായി തുടങ്ങുന്നത് 2011-ലാണ്. ഇന്ന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ലെവലെത്തും. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ ചെറിയൊരു ശമ്പളമുള്ളൂ. ചെറിയ ശമ്പളം എന്ന് പറഞ്ഞാൽ അന്നും ഞാൻ ഹാപ്പിയാണ്. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്റെ ഫാമിലി ഹാപ്പിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: സ്വയം സന്തോഷിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. ആണോ അല്ലേ? മറ്റുള്ളവരൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആണ്. അത് എന്ത് കിട്ടിയാലും നമുക്കത് സന്തോഷിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ പ്രോഗ്രാം കാണുന്ന വ്യക്തികളും നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ചെയ്യേണ്ടത്, ആ 5 ലിസ്റ്റിൽ 5-മനായിട്ടല്ല നമ്മൾ നമ്മളെ കാണേണ്ടത്, 1-മനായിട്ടാണ്. എനിക്കിപ്പോഴും ഇത് പറയുമ്പോൾ, ഇത് കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ മുഖം നോക്കിയപ്പോ 5-ൽ എന്റെ പേര് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്.
നമ്മൾ ഉപ്പയെ കുറിച്ച് ഓർത്ത്, ഉമ്മയെ കുറിച്ച് ഓർത്ത്, ഭാര്യയെ കുറിച്ച്, കുട്ടിനെ കുറിച്ച് ഓർത്ത്, പക്ഷെ നമ്മുടെ പേര് പറയാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആദ്യം നമ്മളെ സന്തോഷിക്കുക. അത് നമ്മളൊരു അഹങ്കാരമായിട്ടോ സെൽഫിഷോ അല്ല. അത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മക്കളെയും ഭാര്യയും ഒക്കെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. സ്വന്തം കണ്ണാടി മുന്നിൽ നോക്കിയിട്ട് പറയണം, എടാ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വയം സന്തോഷം എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാൻ പോവാണ്. ഒരുപാട് ഇനിയും പറയാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ടെക്നിക്സുകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ കുട്ടികളെ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, ഇവരുടെയൊക്കെ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഇവരൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഇവരൊക്കെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവരുടെ ഒരു ടീം, ഇപ്പൊ ആസ് എ ബിസിനസ് പറയുകയാണെങ്കിൽ നല്ല എംപ്ലോയീസിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ഓണർക്ക്, ഒരു ടീം ലീഡർക്ക് പറയുകയാണെങ്കിൽ സ്വന്തം ടീമിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാനേജർക്ക് പറയുകയാണെങ്കിൽ ആ മാനേജർക്ക് ടീമിന് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഗൃഹനാഥന് പറയുകയാണെങ്കിൽ അവരുടെ കുടുംബത്തെയും കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് നൈസ് അനാലിസിസ്, അല്ലെ? നമ്മുടെ പാർട്ണറുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ കൺസേൺ, എക്സ്പെക്ടേഷൻ. ഇത് തന്നെയാണ് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ മക്കൾക്ക് അവരുടെ ആവശ്യങ്ങളുണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടെ കൺസേൺസും എക്സ്പെക്ടേഷൻസും ഉണ്ട്. അപ്പൊ അത് നമുക്ക് പ്രോഗ്രാമിലേക്ക് അടുത്തതുപോലത്തെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ നമ്മളെ നൈസ് അനാലിസിസ് കണ്ടെത്തി നമ്മളെ സന്തോഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മെയിൻ ക്വസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. മെയിൻ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ക്രീമായിട്ട് മാറാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും, കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഒരു വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അപ്ഡേറ്റഡ് ഒരുപാട് ന്യൂസുകൾ ഞാൻ വായിക്കാറുണ്ട്. ഇതില് നമ്മുടെ ഒരുപാട് പേപ്പറുകൾ വന്ന ന്യൂസാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറുകളിൽ പറയുന്ന ഒരു ന്യൂസാണ്. ഓരോ സ്കൂളിലും ശരിക്കും വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സർവീസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുടെ ലഹരി ഉപയോഗം വന്നു, കുട്ടികളുടെ ഒളിച്ചോട്ടം വരുന്നത് വന്നു, ടീനേജേഴ്സ് ആണെങ്കിൽ അവർ വേറെ റൂട്ടിലേക്ക് പോകുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ കുട്ടികളെ മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കൽ പോലും ഇതിന് ശരിക്കും ഒരു ഫാമിലി കാരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു കുട്ടി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിക്കും കാരണമുണ്ട്, അതുപോലെ തന്നെ അവരുടെ പേരൻസിനും ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലേ. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അയ്യോ എന്റെ കുട്ടിക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കരയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഇതിനു മുന്നേ അവർക്ക് പഠിക്കാമായിരുന്നു, അവർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു. അപ്പൊ ഫാമിലിക്കും ഇന്നത്തെ ഈ കുട്ടികളുടെ ഈ പോക്കിന്റെ, അല്ലെങ്കിൽ ഈ ഒരു ബാഡ് റൂട്ടിലേക്ക് പോകുന്നതിന് എത്രമാത്രം ഫാമിലിക്ക് അതിന് റോൾ ഉണ്ട്, അതൊന്നും പറയും. തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ട് തരത്തിലാണ് ഇതിൽ ആൻസർ പറയാൻ പറ്റുക. കാരണം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നമ്മൾ പലപ്പോഴും പറയും, ഒരു പ്രായം കഴിഞ്ഞാൽ ചില ചില കുട്ടികളുടെ കാര്യങ്ങൾ എടുത്താൽ പറയും അച്ഛന്റെ പോലെയാണ് സ്വഭാവം വരുന്നത്, അമ്മയുടെ പോലെയാണ്. അതായത് നമ്മൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ സത്യം എന്താന്ന് വെച്ചാല് നമ്മള് സ്വഭാവം മൂന്ന് തരത്തിലാണ് നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടുക. ഒന്ന്, നമ്മൾ കേട്ട കുറെ സ്റ്റോറികൾ ഉണ്ടാവും. ഇപ്പൊ ഭിക്ഷാടനത്തിന് വരുന്നവര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പണ്ട് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ കറുത്ത നായ കടിക്കും എന്നൊക്കെയുള്ള കുറെ സ്റ്റോറികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോളജ് ഉണ്ടാവും. രണ്ടാമത്, കുട്ടികൾ നേരിട്ട് കാണുന്ന, നമ്മുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് തന്നെ കണ്ടുപഠിക്കുന്നതുണ്ടാവും. മൂന്നാമത് വരുന്നത് പാരമ്പര്യമായി കിട്ടുന്നതാണ്. അത് 40% കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ കുട്ടികളെ എന്ത് കുറ്റം പറയുമ്പോഴും 40% നമ്മളിൽ നിന്നാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. അതൊരു പോയിന്റാണ്. അങ്ങനെയാണ് കുട്ടികളിലെ ഓരോ സ്വഭാവം അവരിലേക്ക് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇനി പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ മക്കൾക്കാണ് എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു നല്ലൊരു സമയം എല്ലാ മാതാപിതാക്കൾക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട ഒരു 9 മിനിറ്റ് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കാം. ഒരു 32 തവണയെങ്കിലും അവരെ ടച്ച് ചെയ്യുക, അവരെ ഹഗ് ചെയ്യുക. നമ്മള് ടീനേജിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് ചെറുപ്പത്തിലാണ് അവരിങ്ങനെ അടുത്ത് നിർത്തേണ്ടത്. ഒരു ഒരു പ്രായം ശബ്ദം വേണം. അപ്പൊ മെയിൻ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. ഇതിലെല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് വേണം. കാരണം അതായത് നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ചു, ഹസ്ബൻഡും വൈഫും തിരക്കിട്ട് ജോലിക്ക് പോകുന്നു മക്കൾക്ക് വേണ്ടി, അതല്ലേ ആ മെയിൻ പോയിന്റ് ആണ്. അതുകൊണ്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മളൊക്കെ പറയുന്നത് എന്താണ്, എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നവരുടെ എവിടെ ജീവിക്കുന്നു? മക്കള് മക്കളുടെ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇതിന്റെ താഴെ എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും നമ്മൾ അതിനെ വെൽക്കം ചെയ്യുന്നു. എത്ര തിരക്കുള്ള ഹസ്ബൻഡും വൈഫും ആണെങ്കിലും മക്കൾക്ക് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ, അല്ലെ? അതല്ലെങ്കിൽ നാളെ മക്കൾക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ പ്രയാസം വന്നാൽ അവരെ ആ കൈ വിരലുകൾ നമുക്കെതിരെ ചൂണ്ടും. എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം കണ്ടെത്തി എന്ന്
ചോദിക്കുന്ന ഒരു സമയത്ത് ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അതിനൊരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. എടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ആൻസർ അല്ല. ഓക്കെ, അപ്പൊ നമ്മളെ മെയിൻ പോയിന്റ് ഇതായിരുന്നു. ഒരു 9 നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല അല്ലെ, ഒരു 9 മിനിറ്റ് നമ്മൾ പാരന്റ്സ് സ്പെൻഡ് ചെയ്യണം, ഒരു 32 തവണ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം. ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുക. എന്താണ് ആ 9 മിനിറ്റ്? ആദ്യം 9 മിനിറ്റിന്റെ കാര്യം ഒന്ന് പറയൂ. ഓക്കെ, 9 മിനിറ്റ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് നല്ല കാര്യത്തിൽ നമ്മൾ പറയും. പക്ഷെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു 9 മിനിറ്റ് ആദ്യം കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്ന 3 മിനിറ്റ് ആണ്. ആ സമയത്ത് കുട്ടികളുടെ മൈൻഡ് ആൽഫ മോഡിലായിരിക്കും. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ടച്ച് ചെയ്തുകൊണ്ട് അവരെ അധികം ഉറക്കെ സംസാരിക്കാതെ കൊണ്ട് അവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുക. ആ ഒരു 3 മിനിറ്റ് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് പോസിറ്റീവ് എനർജി ആ സമയത്ത് കിട്ടും. ഡെയിലി ഫുൾ ടൈം അവർക്ക് അതിന്റെ ഒരു പോസിറ്റീവ് എനർജി സ്കൂളിൽ പോയാലും കിട്ടും. പക്ഷെ ആ സമയത്ത് നെഗറ്റീവ് വേർഡ്സ് ഉറക്കെ സംസാരിക്കുക, അവരോട് കഴിഞ്ഞു പോയ ദിവസത്തെ കുറിച്ചിട്ട് അവരോട് പിന്നെയും പിന്നെയും പറയുക ചെയ്യുമ്പോൾ കുട്ടി നെഗറ്റീവ് മൈൻഡിലായി പോകും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ കുട്ടിക്ക് പഠിച്ച കാര്യമാണെങ്കിലും ഒക്കെ ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മറ്റൊന്ന് വരുന്നത് സ്കൂൾ വിട്ട് വരുന്ന 3 മിനിറ്റ് ആണ്. ആ സമയത്ത് ഒരിക്കലും പഠനത്തെ കുറിച്ച് മാത്രം ചോദിക്കാതെ ഇരിക്കുക. കാരണം ആ കുട്ടി വരുന്നത് കുറെ കഥകൾ പറയാനും അമ്മയെ കെട്ടിപ്പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ 3 മിനിറ്റ് അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. പിന്നീട് വരുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 3 മിനിറ്റ് ആണ്. അവർ വന്ന് നമ്മളെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സ്വാഭാവികപരമായിട്ടും ഉമ്മമാരും അമ്മമാരൊക്കെ പറയും തിരക്കുണ്ട് മോൻ കിടന്നോളൂ, ഞാൻ വരാം എന്ന് പറയും. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. അവര് ആഗ്രഹിക്കുന്ന ഒരു 3 മിനിറ്റില് നമ്മൾ അവരെ അടുത്ത് ചെന്നിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, കഥകൾ പറഞ്ഞു കൊടുത്ത്, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരെ ഉറക്കുകയാണെങ്കിൽ അവർക്ക് ആ 3 മിനിറ്റ് ഒരുപാട്, ഈ 9 മിനിറ്റ് ഒരുപാട് വിലപ്പെട്ടതാണ്. നമ്മൾ കൊടുത്തുകൊണ്ട് വാങ്ങുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഒരു 9 മിനിറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ 32 തവണ കുട്ടികളെ അവിടെ ടച്ച് നിൽക്കട്ടെ, ആ ചെയ്യാൻ. 32ലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുണ്ട്. ആ സൂപ്പർ, അതായത് ആ 9 മിനിറ്റ് എന്നുള്ളത് അത് നമ്മൾ ആലോചിച്ച് നോക്കിയ 3 മിനിറ്റ് ആണ്. രാവിലെ എണീക്കുമ്പോൾ, അതായത് 2 തരത്തിലുണ്ട്. ഞാനടക്കമുള്ള അച്ഛന്മാര് രാവിലെ മക്കളെ എണീപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷെ കിടന്നുറങ്ങാവും, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിലാവും. അപ്പൊ അമ്മമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മമാരെ ആ പാവം അടുക്കളപ്പണിയുടെ ഇടയിൽ പാവം വന്നു വീണ്ടും ഈ കുട്ടി പാവം കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പൊ അമ്മ ടെമ്പർ തെറ്റിയാണ് എണീക്കട എന്ന് പറഞ്ഞ് അടിക്കുന്നത്. ആ 3 മിനിറ്റിന് നമുക്ക് എന്ത് ചെയ്യണം, ഇനി പോസിറ്റീവ് ആക്കി മാറ്റാൻ എങ്ങനെ പറ്റും എന്ന് എന്ത് ചെയ്യണം, അച്ഛനും അമ്മയും ചിന്തിക്കണം. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നാല് ആ കുട്ടിയുടെ അപ്പുറത്തെ കുട്ടിയുടെ മാർക്കും അപ്പുറത്തെ കുട്ടിയുടെ സംഭവത്തിനും പകരം അവനൊന്ന് കെട്ടിപ്പിടിച്ച് ചോദിക്കുന്ന 3 മിനിറ്റ്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അവന് നല്ലൊരു 3 മിനിറ്റ് സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇതുവരെ കേട്ടത് ഒക്കെ മറന്നാലും ഈ ഒരു 9 മിനിറ്റ് 9 മിനിറ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു എന്താ പറയാ, ഒരു വേറൊരു ലെവലിലേക്കാവും നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുപോകാം. അപ്പൊ ഷബ്ന മാഡം സൂപ്പർ പോയിന്റ്, ഞങ്ങളുടെ ഇൻസൈറ്റ് ആയിട്ടുള്ള അത്രയും നല്ലൊരു പോയിന്റ് നിങ്ങൾ തന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി 32 മിനിറ്റ് 32 ടച്ചിങ്സ് അല്ലെ പറയും. അപ്പൊ ഈ 32 തവണ എന്ന് പറയുമ്പോൾ നമ്മള് ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളുണ്ട്. നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങനെ ചെയ്യണം, പറഞ്ഞതെല്ലാം അപ്പൊ തന്നെ കേൾക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാറ്, കുറെ ഉപദേശിക്കും. 2 പ്രാവശ്യം ഉപദേശിക്കും, 3 പ്രാവശ്യം ഉപദേശിക്കും. അപ്പത്തേക്കും നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ അവരുടെ പേരൻസ് ആണല്ലോ, നമ്മൾ പറയുന്നത് അവർ കേൾക്കണമല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റ് ആണല്ലോ നമുക്ക്. പക്ഷെ നിങ്ങൾ അവരെ 32 തവണയെങ്കിലും ടച്ച് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുട്ടികളായിട്ട് മാറാൻ ഒരു വലിയ സാധ്യത ഉണ്ട്. സാധ്യത എന്നല്ല, ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരുപാട് പാരന്റ്സിന് റിസൾട്ട് കിട്ടിയതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് പറയുമ്പോഴേ എനിക്ക് ഒരു വേദിയിൽ പോയിട്ട് ഒരു കുട്ടിയുടെ അമ്മ എണീറ്റ് എന്നിട്ട് പറയാണ്, എന്റെ മോനിക്ക് ഒരുപാട് ദേഷ്യമാണ്, വിഷമാണ്, ഭയങ്കര എന്നെ തീരെ ഒരുപാട് ഉറക്കെയാണ് സംസാരിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ ഹഗ് ചെയ്യാറുണ്ടോ? അപ്പൊ അവര് പറഞ്ഞത് ഇത്രയാണ്, ഞാൻ എന്റെ മോനെ ഹഗ് ചെയ്ത കാലങ്ങൾ മറന്നു. എന്നെ ചെറുപ്പത്തിലെ എന്റെ പാരന്റ്സ് ഹഗ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ എനിക്കും അത് കൊടുക്കാൻ തോന്നിയിട്ടില്ല എന്ന്. നമ്മൾ കുട്ടികളെ ഒരുപാട് കുറ്റം പറയാനാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അഡിക്ഷൻ ആണ്, അവർക്ക് ടീനേജിലെത്തിയ സ്വഭാവം മാറാനൊക്കെ. ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാല്, നല്ല സമയത്ത് ചെയ്തു നോക്കിയാല് നമുക്കതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാം അത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
തീർച്ചയായും വളരെ 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 ഒരു ആവശ്യമുള്ള ഒരു പോയിന്റ് അല്ലേ. നമ്മളൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുക. കാരണം എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു 32 പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പോലും ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, മനസ്സ് തുറന്നിട്ടുള്ള ഒരു അരമണിക്കൂറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ഞാൻ എന്റെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്തൊരു മെയിൻ ഫംഗ്ഷന് പോവുകയാണെങ്കിലും, നമ്മുടെ ഒരു ബിസിനസ് മീറ്റിംഗ് ആണ്, നമുക്ക് ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, എന്റെ അമ്മയെയും അതുപോലെ തന്നെ എന്റെ വൈഫിനെയും അല്ലെ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊരു ഉമ്മ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഒന്ന് ഞാനും വൈഫും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവിടെ വരികയാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മേഖലയ്ക്ക് എത്താൻ പറ്റുന്നത്. എന്റെ അമ്മ എന്ന് പറഞ്ഞ എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയ ആളാണ്. അവർ തരുന്നത് ഒരു അനുഗ്രഹമാണ് അവിടെ, ആണോ അല്ലേ. നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? പല ആളുകൾക്കും ഇതൊക്കെ മടിയാണ്. ഇത് പറയാൻ നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്, ഇത് ചെയ്യുന്നതുകൊണ്ടാണ് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വയം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മക്കളെ പോലെ തന്നെ ഇത് കാണും. നമ്മൾ മക്കളെന്ന് മാത്രം പറഞ്ഞു. മക്കള് മാത്രമല്ല, നമ്മുടെ ഭാര്യയും നമ്മുടെ വീട്ടുകാരും അമ്മയൊക്കെ നമ്മുടെ ഒരു പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നതല്ല. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യുക, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ള വലിയൊരു ഡ്യൂട്ടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ബിജിലാൽ, നമുക്ക് ആരെങ്കിലും റൈസ് ഹാൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് 1 മിനിറ്റ് ഫീഡ്ബാക്ക് ഒരു 30 സെക്കൻഡിൽ പറയാനുള്ള ചാൻസ് കൊടുക്കണം. ആരെങ്കിലും റൈസ് ഹാൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ്. യെസ്, ഫസീല സുബൈർ ഓൾറെഡി റൈസ് ഹാൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് ഫസീല സുബൈർ, ന്യൂട്രീഷൻ അഡ്വൈസർ ആണ്. ഷബ്ന മാമിനെ പേഴ്സണലായിട്ട് അറിയാം, ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ ഷബ്ന മാമിന്റെ ഈ ഒരു സെഷൻ കേട്ടപ്പോ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് പറയാണ്. അപ്പൊ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് മൈൻഡ്, അതുപോലെ സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു സംഭവം ഷബ്ന മാമിനോട് എന്റെ ഫാമിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആള് പറഞ്ഞൊരു വാക്ക് അത് ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡ് മറന്നു. സ്വാഭാവികമായിട്ടും നമ്മളെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമയിൽ കാണുന്ന പോലെ ഫസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഭർത്താവ് തന്നെ നമ്മളെ കൂടുതൽ കെയർ ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു തോട്ടിലായിരിക്കും മിക്ക പെൺകുട്ടികളും. അപ്പൊ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മറന്നു പോയത് കൊണ്ട് തന്നെ 2, 3, 4 ഒന്നും ഞാന് ആള് ഓർക്കുന്നില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു ഈഗോ ആണ്, ആള് ഓർത്ത് പറയട്ടെ, വിഷ് ചെയ്യട്ടെ, ഗിഫ്റ്റ് തരട്ടെ എന്നുള്ള ഒരു തോട്ടമൊക്കെ. ഷബ്ന മാമിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ട് ആ ഡേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ ഹസ്ബൻഡിനോട് ഇന്ന ദിവസം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അവർ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, നമ്മളോട് സ്നേഹം ഇല്ലാതല്ല അവരെ ഡേറ്റ് ഓർക്കാത്തത്. അപ്പൊ അത് അങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മള് ആ ഡേറ്റ് ഇന്ന ഡേറ്റിലാണ് നമുക്ക് ആഘോഷിക്കണം, അങ്ങനെ നമ്മ എന്തുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞുകൂടാന്ന്. പക്ഷെ ആ ഒരു വാക്ക് ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷെ അത് ഹസ്ബൻഡിനെ കൊണ്ട് പറ്റുന്ന പോലെ ആള് ചിലപ്പോ ഒരു കേക്ക് ചിലപ്പോ ഒരു ലഡു ആയിരിക്കാം ആള് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 6-7 വർഷമായിട്ട് ആള് ചെയ്യുന്നില്ല. അപ്പൊ ഞാനും ചെയ്യുന്നില്ല. അപ്പൊ അന്നത്തെ ദിവസം ഫുള്ള് കരച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദിവസം ആൾ ഓർക്കുന്നില്ലല്ലോ. അപ്പൊ ചെറിയൊരു പോയിന്റ് ആണെങ്കിൽ അതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച് മാഡം. നല്ലൊരു തോട്ട് അല്ലെ. അതായത് അങ്ങനെ പറഞ്ഞ എത്രമാത്രം ഹസ്ബൻഡുമാർക്ക് പ്രയാസങ്ങൾ മാറി കിട്ടുമായിരുന്നു. ഷബ്ന മാഡം, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഹസ്ബൻഡുമാർ കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി കാണുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഭാര്യമാരോട് പറയുന്നു, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഞങ്ങൾ മറന്നു പോകാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ ഒരുപാട് പടക്കങ്ങൾ അവിടെ മാറ്റാം. അടിപൊളി പോയിന്റ് ഫസീല മാഡം, താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം എന്നല്ല, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ടൂള് നമ്മുടെ കയ്യിലുണ്ട് ചെയ്തത്, ബാക്കിയെല്ലാം കുറച്ചും കൂടെ ഈസിയാണ്. എനിവേ, ഒരുപാട് സന്തോഷം. ഞാൻ ഈ സമയം മുഴുവൻ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദീപക് സാർ എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. തീർച്ചയായും അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു അനുസരിപ്പിക്കുന്ന ആ ഒരു ഫീലിംഗ് വരെ വരുന്നുണ്ട്. കാരണം ആസ് എ ബിസിനസ് ഓണർ എന്ന ലെവലിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചു ഗുഡ് മോർണിംഗ് അവിടെ പറയും. ഒരു മാനേജർ പറയുന്നത് ഒരു ഗുഡ് മോർണിംഗ് ഒരു ഹാർഷ്നെസ് ഉള്ള പോസിറ്റീവ് ആണ് അത്, എങ്കിൽ പോലും അത് വെച്ച് ഹാപ്പി മോർണിംഗിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹാപ്പി മോർണിംഗ് കേൾക്കാൻ ഒരു സുഖമാണ് അല്ലെ. ഹാപ്പി മോർണിംഗ് അതിലൊരു സന്തോഷം അവിടെ ഉണ്ട്.
അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് നിങ്ങളിലൂടെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത്. ഇപ്പൊ ഞാനത് ശ്രമിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഗുഡ് മോർണിംഗ് പറയെങ്കിലും ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു ടച്ചിങ് ആയിട്ടുള്ള, കേൾക്കാൻ ഇഷ്ടമുള്ള, ഒരു സുഖമുള്ള ഒരു വാക്കാണ് ഇത് ഹാപ്പി മോർണിംഗ്. അപ്പോ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം, എത്താൻ പറ്റണം. നിങ്ങളോട് ഒരുപാട് ആളുകൾ അത് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വെൽനസ് പാർട്ട്ണർ ഷോ വളരെ വളരെ സന്തോഷം. അരമണിക്കൂർ പറഞ്ഞ പ്രോഗ്രാം 1 മണിക്കൂറിന്റെ അടുത്തേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയം പോയത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല, എനിക്കും നിങ്ങൾക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ ഈ ഒരു നല്ലൊരു പ്രസന്റേഷൻ നമുക്ക് സമ്മാനിച്ച ഷബ്ന മേഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ഇതുപോലെ പുതിയ ആളുകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. എനിക്ക് തോന്നുന്നു ഷബ്ന മേഡത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, ഭാവിയിൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് തോന്നുന്ന റെസ്പോൺസ് കാണും. അപ്പൊ എന്തായാലും ഇന്നത്തെ വെൽനസ് പാർട്ണർ ഷോ നമുക്ക് ഇവിടെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ, സന്തോഷമാവട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാപ്പി നൈറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക്